ഹായ് ഫ്രണ്ട്സ്, എനിബഡി ക്യാൻ ഡൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതെന്താ പേരൊക്കെ പറഞ്ഞു ഇത്ര നാളും ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ലല്ലോ? ഇടയ്ക്കൊന്ന് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും മറന്നു പോകും, അതുകൊണ്ടാട്ടോ ഞാനും മറക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നമ്മൾ സത്യമംഗലം ടൗണിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു കനാലിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ വണ്ടി സൈഡാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ, അല്ലേ? ഇന്നലെ ഞങ്ങള് പാട്ടിയമ്മേന്റെ കട ഉണ്ട്. അതെ, പാട്ടിയമ്മേന്റെ കടയുണ്ട്. പാട്ടിയമ്മേന്റെ കടയിൽ നല്ല ചൂട് പൊറോട്ടയും ദോശയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മുന്നിൽ കാണുന്നതാണ് നമ്മുടെ പാട്ടിയമ്മേന്റെ കട കേട്ടോ. ഇപ്പൊ തന്നെ ഇത്രയും വണ്ടികളും അങ്ങോട്ട് വന്നതാന്ന് തോന്നുന്നല്ലേ. നല്ല തിരക്കുണ്ടല്ലോ. ചേട്ടൻ അതേ ഒരേ പൊറോട്ട വീട്ടിൽ കേട്ടോ. പൊറോട്ട അല്ല, ദോശയെന്ന് തോന്നുന്നു. രാവിലെ പൊറോട്ട ഉണ്ടാവുമായിരിക്കും. അയ്യോ, കടയിനുള്ളിൽ നിറച്ച് ഫുള്ളാണോ? പാട്ടിയമ്മ ഉണ്ട് വിളമ്പി കൊടുക്കാൻ. പോയി നോക്കാം. അപ്പൊ നമ്മുടെ പാട്ടിയമ്മേന്റെ കടേന്റെ തൊട്ടടുത്ത് ഇത് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമല്ലേ? അംഗൻവാടി, ഒരു കിണർ. അതേപോലെ ഇത് കണ്ടോ, ഉള്ളിലേക്കൊക്കെ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ റോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ. എങ്ങോട്ട്? ഇതാ വഴി വീടുകളാ, ഇവിടുത്തെ ഗ്രാമങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതാണ് പാട്ടിയമ്മേന്റെ കടയിലെ പ്രത്യേകത എന്താ അറിയോ? ചെരുപ്പ് പുറത്തിട്ടിട്ട് വേണം കയറാനായിട്ട്. വെയിലത്തിട്ടോ ഒന്നത് പൊറോട്ട മാസ്റ്റർ. ഇതുണ്ടാ, ഇതാണ് നമ്മുടെ പാട്ടിയമ്മ കേട്ടോ. നമസ്കാരം. ഇരി അൻസി എന്താ വേണ്ടേ? പൊറോട്ട വേണോ? നിനക്ക് ദോശ, എനിക്ക് പൊറോട്ട പോരെ? നല്ല ചൂട് പൊറോട്ടയാ, എനിക്ക് ഭയങ്കര ചുട്ടോണ്ടിരിക്കുക. അതെ, എങ്ങനെയുണ്ട്? നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന സെയിം പൊറോട്ട ടേസ്റ്റ്. എന്റെ ദോശയും ചട്നിയും ഒക്കെ വന്നു കേട്ടോ. TV ഓണാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ള പേടി കാരണം പെട്ടെന്ന് കഴിക്കുവാണേ. കുഞ്ഞാറ്റെ എങ്ങനെയുണ്ട്? കുഞ്ഞാറ്റെ അക്ക, അത് അക്കയുടെ ഒരു മോൻ, ഇത് വേറൊരു മോൻ. 110. പക്ഷെ അടിപൊളി ഫുഡാട്ടോ. നേരത്തെ ഇങ്ങനെ ചവിട്ടുമ്പോൾ നല്ല രസം. ബിരിയാണി ഉണ്ടോ ഇതിനകത്ത്? ബിരിയാണി അല്ല, റൈസാണിത്. അത് മറ്റേ തക്കാളിച്ചോറ് കഴിച്ചിട്ടുണ്ടോ കുഞ്ഞെ? നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. ഒരു കരിമ്പ് കണ്ടേ, കുഞ്ഞാറ്റ ഒരേ കരിമ്പ് പറഞ്ഞിടിക്കുക. പുള്ളി ഇതാ കരിമ്പ് വെട്ടി കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. കുഞ്ഞാറ്റെ ചേട്ടന് താങ്ക് യു പറയണേ. പാട്ടിയുടെ പുള്ളയാ. ചെറിയൊരു ഭക്ഷണം മതി എന്ന് പറ. ഇത് രണ്ടാമത്തെ മോൻ, ഇത് മൂത്ത മോൻ. വണ്ടിയിലാണോ കിടന്നേന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ നാട്ടില്. അമ്മേ അത്രയും വേണോ? താങ്ക് യു പറ. അത് മൊത്തം വാങ്ങിയോ? ഒരുത്തി ഇവിടെ ഇരുന്ന് ഒരേ കരിമ്പ് തീറ്റാട്ടോ. പിന്നെ അത് ആൻസി അവിടെ വെള്ളം പിടിക്കുകയാണേ. ഇത് കുടിക്കുന്ന വെള്ളം കേട്ടോ, സർക്കാരിൻ്റെ ഫിൽറ്റർ വെള്ളമാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കുടിക്കാൻ ആവശ്യത്തിനുള്ള എടുത്തിട്ട് പോകാട്ടോ. ഇത് ചെറിയൊരു അംഗനവാടിയാണെന്ന് തോന്നുന്നത്. അതായത് ഇത് പാട്ടീൻ്റെ ഒക്കെ ഒരു വീടാണ്. ആ വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു സെറ്റപ്പിൽ അടിപൊളി ഫുഡാട്ടോ. എന്നെ തിരക്കാ. നല്ലൊരു ഫാമിലി ഇതേപോലത്തെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ വരുമ്പോഴാണ് തനതായ സ്നേഹം എന്നൊക്കെ പറയില്ലേ. അതെ അതെ. പക്ഷെ അതുമല്ല, നമ്മൾ ആ ഊട്ടിന്ന് കഴിച്ചാൽ ദോശേനേക്കാളും അടിപൊളി ദോശ. അത് ഇവിടുത്തെ ഇത്രയും നേരം നമ്മളവിടെ വന്നപ്പോ തന്നെ എന്തുമാത്രം തിരക്കാ അവിടെ. ആ ഇല ഇടുന്ന ബക്കറ്റ് നിറഞ്ഞു. ഇവിടെയൊക്കെ വേറെ ഹോട്ടലുകൾ ഉണ്ട് തോന്നൂലേ? ഉണ്ട്. പക്ഷെ ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഇത് കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു വീടുകള്, ചെറിയ ചെറിയ കടകള്. അതെ, കൊള്ളാം. സിക്കിമിലേക്ക് ആസാമിലേക്കൊക്കെ കയറണമെങ്കിൽ നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റുകൾ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോസ്, ആധാറിൻ്റെ കോപ്പി, അത് കുറച്ച് അധികം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടായും കുഞ്ഞാറ്റയും കൂടെ അത് എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ പെട്ടെന്നാണ് നമ്മൾ ഈ ഷോപ്പ് കണ്ടത്. പിന്നെ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാഷയൊക്കെ അറിയാൻ ബുദ്ധിമുട്ടാവും. തമിഴ് നമ്മൾ പറയുന്ന അവർക്കും അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ചേട്ടയെ പോയി കേട്ടോ. കുഞ്ഞാറ്റേൻ്റെ ഫോട്ടോസേ ഇല്ല, നമ്മുടെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് ഫോട്ടോസേ ഇല്ല. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കയറി പോയേക്കുവാണേ. എന്താ പറയണമെന്നുണ്ടായിരുന്നു അവിടെ നിന്ന് പറഞ്ഞേ? എന്റെ ആൻസി ഒന്നും പറയണ്ട, ഇത്രയ്ക്ക് ഒരു അബദ്ധം വേറെ വരാനില്ല. അതെന്താ? ഫോട്ടോസ്റ്റാറ്റ് ഓക്കെ. ഇവിടെ ഫോട്ടോ എടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? മൊബൈൽ ഫോണിലോ? മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് ഇട്ടേക്കാം. എന്നിട്ട് അതിന്റെ കോപ്പി വന്നത് എങ്ങനെയാണെന്നറിയോ? നല്ല ഭംഗി ഉണ്ടാവില്ല, നല്ല അടിപൊളി സാധനം. നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല.
ഈ ഒരു ഫോട്ടോ ഞാൻ ഇങ്ങോട്ട് തന്നു വിട്ടില്ലേ, ഈ ഒരു ഫോട്ടോയും ഇത് ഫോണിലെടുത്ത ഫോട്ടോ, അതായത് നിന്റെ കോപ്പി എടുത്താണേ. ഇത് രണ്ടും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇതിന്റെ ക്വാളിറ്റി എന്താന്ന്. ഇത് നമ്മുടെ നാട്ടിലെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇതിന്റെ കോലം നോക്ക്, ഇതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. എന്താ ചെയ്യാന്ന്. എത്ര രൂപ വാങ്ങി? ഇത് 150 രൂപ 10 എണ്ണം എടുക്കുന്നത്. കുഞ്ഞാറ്റേന്റെയോ? ഈ ഫോട്ടോകൾ നമുക്ക് ആൻസീന്റെ നമ്മുടെ നല്ല ഫോട്ടോ കഴിഞ്ഞിട്ട് വേറെ എടുക്കാവുള്ളൂ കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? വൈറ്റ് ആക്കാൻ പറഞ്ഞാ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇരിക്കുക. അതെങ്ങനെ ചെയ്തതെന്നറിയോ? വെള്ള മുണ്ടങ്ങ് വലിച്ചു കെട്ടിയിട്ട് അതിൽ നിന്ന് വൈറ്റ് ഫോട്ടോ എടുത്തേക്ക്. എന്റെ ഫോട്ടോ നോക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരണ്ടായിരുന്നു. നമ്മുടെ തെറ്റാണ്. നമ്മുടെ തെറ്റാണ്. ഇത് ഏത് സ്ഥലം എന്ന് പറയാൻ മറന്നുപോയി. ഇത് സത്യമംഗലാണ് കേട്ടോ. നമ്മൾ സത്യമംഗലത്തിന് തൊട്ടടുത്തപ്പോ കിടന്നല്ലേ? സത്യമംഗലത്ത് തന്നെ നമ്മള് കിടന്നേ. അപ്പൊ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അവിടെ ആയിട്ട് കിടന്ന എന്തായാലും നന്നായി. ഇത് തൊട്ടിപ്പത്തേക്ക് വലിയ ടൗൺ എത്തി. ടൗണിലൊക്കെ പെട്ടുപോയനെ. ഞാനാണെങ്കിൽ ചാടി കയറി പുള്ളിയുടെ അടുത്ത് ഫോട്ടോന്റെ കാര്യം കൊടുക്കുകയും ചെയ്തു. പിന്നെയാണ് ഞാൻ നോക്കുമ്പോൾ ഫോണിലെടുക്കുന്നത്. അയ്യോ, ആദ്യമേ അറിയായിരുന്നെങ്കിൽ അങ്ങനെ കൊടുക്കണ്ടായിരുന്നല്ലേ. പക്ഷെ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കൊറേ പഴക്കം. പക്ഷെ ആ കടേന്റെ ഒക്കെ കണ്ടില്ലേ, നമ്മുടെയൊക്കെ ഏത് ഹോട്ടലിലേക്കാണ് ചെരുപ്പിടാണ്ടൊക്കെ കയറുക? അതൊക്കെ പഴയ കാലത്തെ നാടൻ രീതികൾ. പക്ഷെ അങ്ങനത്തെ അന്യം നിന്ന് പോയി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ. ഇപ്പൊ അതൊക്കെ കാണാൻ കിട്ടുന്ന ഒരു ഭാഗ്യം. അല്ലടി, പക്ഷെ വേറെ കാര്യം ഞാൻ പറയട്ടെ. നീ പറഞ്ഞില്ലേ ഒരു 10 കൊല്ലം പുറകോട്ടാന്ന് പറഞ്ഞില്ലേ ഇവിടെ? 10 കൊല്ലം മുമ്പ് നമ്മള് ഇങ്ങനെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടല്ലല്ലോ. അന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നല്ല പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ എടുക്കലുള്ളൂ. അവിടെ ചിലപ്പോ പുള്ളി അങ്ങനെ ഫോട്ടോ എടുക്കുന്നതായിരിക്കില്ല. ഇല്ലടി, അവിടെ ഫോട്ടോന്റെ പടം കണ്ടിട്ടാ ഞാൻ കേറിയേ. ആണോ? ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങൾ ചോദിച്ചപ്പം എടുത്തു തന്നാന്ന്. അല്ലല്ല, അതൊരു സ്റ്റുഡിയോയും കൂടിയാണ്. ആണോ? അവരെന്താ പറഞ്ഞേ? അതായത് റെഗുലേറ്ററിന് അങ്ങനെ കംപ്ലൈന്റ് വരില്ല. കുറ്റിയിലെ ഓറിങ് ഉണ്ട് ഈ സാധനം. ഇത് പോയാലും അങ്ങനെ ലീക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഓറിങ് കിട്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സൈഡ് ആക്കിയിട്ട് കിട്ടുമോ? നല്ല തിരക്കാലേ തിരിഞ്ഞു പോവാനേ. ഇനിയിപ്പോ അത് മാറ്റി കഴിഞ്ഞാൽ റെഡി ആയിക്കോളായിരിക്കും അല്ലേ? ഞാൻ റെഗുലേറ്റർ അവരെ കാണിച്ചു. അപ്പൊ റെഗുലേറ്റർ കണ്ടപ്പോ പറഞ്ഞു ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ, ഇതിൽ വേറെ സെപ്പറേറ്റ് വാഷറും കാര്യങ്ങളൊന്നും വരില്ല, ഇത്രേ ഉണ്ടാവുള്ളൂ. നിങ്ങള് കുറ്റീന്റെ ഇതൊന്ന് മാറ്റി നോക്കാൻ പറഞ്ഞു. അത് മാത്രല്ല ഇത്രയും ദിവസം പറഞ്ഞോണ്ടിരുന്നെന്താ ചെറിയ കയ്യബദ്ധം. ബർണർ അല്ലായിരുന്നു, അത് റെഗുലേറ്ററിനായിരുന്നു പ്രശ്നം. അല്ല, റെഗുലേറ്റർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷെ പറയുന്നത് മൊത്തം ബർണറിനായിരുന്നു. എന്റെ മനസ്സിൽ റെഗുലേറ്റർ തന്നെയായിരുന്നു, കത്തുന്ന സാധനമല്ലായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ നിന്ന് ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ഇവിടെ ഒരു കൊടിവേരി വാട്ടർഫോൾസ് ഉണ്ട്. കൊടിവേരി അല്ല കേട്ടോ, കൊടിവേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാവേ. കുഞ്ഞാറ്റാണെങ്കിലെ വെള്ളത്തിൽ കളിക്കാൻ നല്ല ആശിച്ചിരിക്കുകയാണ് അല്ലേ? വെള്ളത്തിലിറക്കാൻ ഞാൻ. പക്ഷെ നല്ല വാട്ടർഫോൾസ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാവേ. നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്നത് നല്ലൊരു ഗ്രാമത്തിൽ കൂടിയാ അല്ലേ? നല്ല ചെറിയ വീടുകൾ രണ്ട് സൈഡിലൊക്കെ ആയിട്ട്. അതെ, റോഡിനോട് ചേർന്ന്. അപ്പോ ഇവിടെ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകത, റോഡിന്റെ അടുത്തായിട്ടായിരിക്കും വീട്. പക്ഷെ നല്ല അടുത്തടുത്ത് വീടുകളായിരിക്കും. നല്ല രസമാണ് കാണാൻ. വാഴ ഇത് മറ്റെന്താണ് പേര് പറയുന്നില്ല കേട്ടോ, കദളിവാഴയല്ലേ? ഇനി ഞാൻ പറഞ്ഞിട്ട് തെറ്റി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അതിങ്ങനെ വലുതായി വരുന്നതേ ഉള്ളൂ അല്ലേ? പക്ഷെ അപ്പത്തേക്ക് കരിയാനൊക്കെ തുടങ്ങിയല്ലോ. പാലം കണ്ടല്ലോ, ഇപ്പൊ പാലം കാണുന്നില്ലല്ലോ. പാലം അങ്ങോട്ടായിരുന്നില്ലേ ആ വഴി? നമുക്ക് നേരെ അല്ല, ഇവിടെ നിന്ന് കൂടെ തിരിയാം. ഈ ലെഫ്റ്റ്. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്ന വെള്ളച്ചാട്ടം ഇതാണ് കേട്ടോ. ഇതൊരു ചെക്ക് ഡാം കെട്ടി വെച്ചിരിക്കുന്നതിന് മേളിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകുന്നതാണ്. അവിടെ പോയിട്ട് വേണം നമുക്ക് ഇങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അവിടെ പോയിട്ട് കാണുന്ന വ്യൂ അങ്ങനെ ആയിരിക്കില്ലല്ലോ. അത്യാവശ്യം കുറഞ്ഞ വെള്ളമാണുള്ളൂ, പക്ഷെ മേളിലേക്ക് അത്യാവശ്യം നല്ല വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു വെള്ളച്ചാട്ടം, ഒരു അങ്ങറ്റം വരെയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പുരുഷന്മാരും സ്ത്രീകളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ അലക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അവിടെ വരെ പോയി നോക്കാവേ. ഇവിടുന്ന് എങ്ങനെയോ ആണ് ഇറങ്ങി വരേണ്ടത്. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം.
ചേട്ടേ ഇങ്ങനെ ഒരു പാർക്കിംഗ് ആദ്യമായിട്ട് കാണാണല്ലോ. മരങ്ങളുടെ ഉള്ളിലൊരു പാർക്കിംഗ് പറയാം. വണ്ടി ചൂടാവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല വെയിലുമാണ് പുറത്ത് കിട്ടോ. മരത്തിന്റെ ഓരോ സൈഡിൽ കൂടി പാർക്ക് ചെയ്യാം. കൊള്ളാം, ഇത് അടിപൊളിയായി. ഇവിടെ നിൽക്കാലോ, ഈ സൈഡ് അങ്ങോട്ട് ഇടാം. എന്താ തപ്പണേ? ഞാൻ കുഞ്ഞാറ്റയ്ക്ക് ഒരു 2 ഡ്രസ്സ് എടുത്തതാ. ടീമിനെ കൊണ്ട് 2 ഡ്രസ്സല്ല, ഒരു ഡ്രസ്സ്. കുഞ്ഞാറ്റനെ കൊണ്ട് ആയതുകൊണ്ട് എനിക്ക് വിശ്വാസം. വെള്ളത്തിൽ ഇറങ്ങാണ്ടിരുന്നാല് മരം ഓടിച്ച് കളയല്ലേ, പുളിയുടെ നെയ്യത്. ഒന്നുമില്ല, പോര്. ആൻസി വെള്ളം കുടിച്ച് മതി. അവിടെ എന്താ സ്പീക്കറിൽ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് അറിയാം, മൈക്കില്. എന്താണ് നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ സൂക്ഷിക്കണം, വണ്ടിക്കകത്ത് വെക്കരുത്. അല്ല, നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ സാധനം എടുക്കും? അപ്പൊ കെട്ടി തലയിൽ വെച്ചിട്ട് ഫോൺ ചെയ്തു. അവിടെ നോക്ക്. പല്ല് ശരിയാവും, നല്ല കടിച്ചോട്ടോ. കരിമ്പിൻ ജ്യൂസും കിട്ടും, പല്ലും നന്നാവും അല്ലേ? പോവാ. ഇവിടെ ഒരുപാട് കടകളുണ്ട്, പക്ഷെ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. വൈകുന്നേരം ആയിരിക്കും മിക്കവാറും അല്ലേ? എന്താ ചേച്ചി? അല്ല, ഇവിടെ വേറൊരു പാർക്കിംഗ് ഉണ്ടല്ലോ. വണ്ടീന്റെ ഇതിന്റെ ആയിരിക്കും. ഇവിടെ ഒരു ടെമ്പിളും ഉണ്ട് കേട്ടോ. ടെമ്പിളിന്റെ ആയിരിക്കും. ആ ടെമ്പിളിന്റെ പാർക്കിംഗ് ആയിരിക്കും മിക്കവാറും. നമുക്കൊന്ന് ഇപ്പത്തേക്ക് എന്തേ കരിമ്പ് വേണ്ട ഇപ്പോ മേഡത്തിന്? അടിച്ച് എൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കടിച്ചിട്ട് കൊടുക്കുക. പനയോലയിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നല്ല രസം കാണും, പണ്ട് കാലത്തെ സംഭവം. അതിന്റെ ഉള്ളില് ചെറിയ ഇതുണ്ട്, കല്ല്, ഈ കുഞ്ഞു കല്ലിട്ട് അതിങ്ങനെ ഇട്ട് കുലുക്കിയാല് ഷോക്കേസിലൊക്കെ വെക്കുന്ന പോലെ. ടെമ്പിളുടെ പേര് തന്നെ? ടെമ്പിൾ പേര്? കോയിൽ പേര് കൊടിവേരി കോയിൽ. കൊടിവേരി കോയിൽ തന്നെ. തിരുപ്പമന്ദം മുനി. ആഞ്ജനേയർ കോയിൽ. ഇതിനുള്ളിൽ കൂടിയാണ് അങ്ങോട്ട് പോണേ. എപ്പടിയാ? ഇതിന്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്. ഇത് ശരിക്കും എക്സിറ്റ് ആയിരുന്നു. ഇങ്ങോട്ട് വാ. എക്സിറ്റാ? ഇവിടെ ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ, 5 രൂപ. ഇത് വന്ന് ചെക്ക് ഡാമോടെ ഫീസാ? തമിഴിനായതുകൊണ്ട് അറിയില്ല എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ പറയാ, കൂടുതലും തമിഴിലാണേ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, ഗൂഗിൾ അമ്മച്ചിയോടൊക്കെ ചോദിക്കണം. ഇതെന്താ? ഇതിന്റെ കെട്ടുകള് കനാലിലേക്ക് വെള്ളം പോകണം. ഇത് ശരിക്കും ഇതൊരു ഡാമാണ്. അതിന്റെ വെള്ളം എങ്ങോട്ടാ അങ്ങോട്ട് കേറാൻ പാടില്ല. വാ, നല്ല വെള്ളം ഉണ്ടല്ലേ? നല്ല ഒഴുക്കുണ്ട്. ഇതേപോലത്തെ സ്ഥലത്താണ് നമ്മൾ ഇന്നലെ ഇറങ്ങിയത്. പക്ഷെ ഇന്ന് നല്ല വെള്ളമുണ്ട്. അത് ഇന്ന് തുറന്നു വിടുന്നെങ്ങാനാണോ? ഇതിന്നൊന്നും ആയിരിക്കില്ല അല്ലേ? ഇതൊക്കെ ഓരോരോ ഷട്ടറുകളായിരിക്കും അല്ലേ? ഷട്ടറുകളിലൊക്കെ ഇത് വരച്ചു വെച്ചേക്കുന്നുണ്ടോ? കാരണം എന്താ പറയുക, ഇവിടെ ടെമ്പിൾ ഉണ്ട്. 2 ടെമ്പിൾ ഉണ്ട്. അപ്പുറത്തേക്ക് വേറൊരു ടെമ്പിൾ, ആഞ്ജനേയറിന്റെ ടെമ്പിളും ഉണ്ട്. ഞാൻ നോക്കിയതായിരുന്നേ. അവിടെ നിങ്ങളുടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഓടി അതിനകത്തേക്ക് കയറിയേ. ബെന്നാരി അമ്മൻ കോയിലാണിത്. അമ്മൻ കോയില. ചേട്ടൻ പറഞ്ഞ ആഞ്ജനേയൻ കോയിലൊക്കെ എവിടെയാ? ഇതിനുള്ളിൽ 2 കോവിലുണ്ട്. ആണോ? അപ്പുറത്ത് ഒരു കോവിലും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് അതായിരിക്കും എല്ലാം പകുതി തുറന്നു വെച്ചേക്കുന്ന. അപ്പൊ വെള്ളം പോകുന്ന അതുകൊണ്ടാ തുറന്നിട്ടുണ്ട് ഇത് അല്ലേ? വേസ്റ്റ് പോയിട്ട് അവിടെ അടിങ്ങി നിൽക്കുന്നുണ്ടോ? ഇങ്ങനത്തെയാണ് ഇവിടെ എന്തിനേലും കളിക്കാൻ കയറാഞ്ഞിട്ട് സമാധാനമില്ല. ഞാൻ ഇന്ന് കളിപ്പിക്കട്ടെ. കുഞ്ഞാറ്റ കളിക്കാ. കുഞ്ഞാറ്റേ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതെ, അംഗനവാടി പോകുമ്പോഴാണ് ഇങ്ങനെ കറങ്ങുന്നത്. അതായത് നമ്മളിപ്പോ എവിടെ ഉള്ളതെന്ന് അറിയോ? ഈറോഡ് ഡിസ്ട്രിക്റ്റിൽ ഗോപിച്ചെട്ടിപ്പാളയം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. തല ഇറങ്ങാണെങ്കിൽ ആക്കണ്ട കേട്ടോ. അമ്മ പിടിക്കാൻ ഇറങ്ങണ്ടേ? ഈ വെള്ളവും പോയി ചേരുന്ന ഭവാനി റിവറിലാ. ആണോ? ഭവാനി ചുമ്മാ റിവർ അല്ലേ? ഏകദേശം എല്ലാ വെള്ളവും ഒരു പിക്നിക് സ്പോട്ട്. അവിടെ മറ്റേ ഇത് ഉണ്ടോ, കൊട്ടത്തോണി ഉണ്ടോ? കൊട്ടവഞ്ചി. ഉണ്ടോ? എങ്ങോട്ടാ? ഇത് ഊരാനായിരിക്കും. ഇവിടെ മൊത്തം കപ്പിൾസ് ആണല്ലോ. ബക്കിൾസ്. അത് വേറെ കാര്യം. അതിൽ കേറി കുഞ്ഞ് വരില്ല. കുഞ്ഞേ പേടിയാന്ന് പറയുള്ളൂ. ടെമ്പിൾ എന്നൊക്കെ പേരേ ഉള്ളൂ അല്ലേ? മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രേമിച്ച് നടക്കുമ്പോ ഇങ്ങനത്തെ ടെമ്പിളുകളും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ തമിഴ്നാട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. അതാണ്. വാ, കേറി വാ. പേടിയായിരിക്കും. ഇവിടെ വലിയ ആൾക്കാർക്ക് കളിക്കാനുള്ള അതല്ല പാർക്കല്ല. നമ്മളൊരു കൊച്ചിനെ കൊണ്ടല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതല്ലാണ്ട് വേറെ വഴിയില്ല അല്ലേ? എനിക്കതല്ല മനസ്സിലാതെ. അപ്പൊ ഈ ടെമ്പിൾ ആണെങ്കിൽ പിന്നെ 5 രൂപന്റെ ഒരു ഇതെന്തിനാ? അതൊരു വെള്ളച്ചാട്ടം കൂടിയല്ലേ? അതിലേക്ക് ഇറങ്ങാനാണ് ഈ പാർക്കിംഗ് ഫീസും. പിന്നെ ഇതിലേക്ക് അതിൽ നീന്തുമൊക്കെ ചെയ്യാം. ആ വെള്ളത്തില്
പേടിക്കാനില്ല. അപ്പൊ അമ്പലത്തിലേക്ക് പോകുന്നവരടുത്ത് പൈസ മേടിക്കുന്നില്ല. അല്ല അതുകൊണ്ട് ഇത്ര നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് അമ്മൻ കോവിൽ ടെമ്പിൾ ട്ടോ. ഇത് തന്നെയല്ലേ ഏട്ടേ? അതെ, ഞാനേ ഗൂഗിൾ അമ്മച്ചിയോടൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയണ സൈഡിൽ കൂടി ഇങ്ങോട്ട് പോരാ കുഞ്ഞിട്ടെ. ഇത് സൂപ്പർ ആടി. ഇതിന്റെ മേളിൽ കൂടിയാണ് വെള്ളം താഴേക്ക് ഒഴുകുന്നത്. പക്ഷെ മെയിൻ ഒരു കാര്യം എന്തറിയോ, ഇവിടെ ഇറങ്ങാൻ പാടില്ല. ഇവിടെ ഇറങ്ങാൻ പാടില്ല. ഇവിടെ മീൻ പിടിക്കാൻ പാടില്ലെന്നല്ലേ? അതല്ല, അല്ല ഇവിടെ ഇറങ്ങാനും പാടില്ല. ഇവിടെ കൊട്ടവഞ്ചി, ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട്. കൊട്ടവഞ്ചിയിലൊക്കെ പോകുന്നു ഇവിടുന്ന് താഴേക്ക് വെള്ളമുണ്ട്. നമുക്ക് താഴെ പോയി കാണാലോ. മേൽഭാഗം നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നാണേ. ഈ തമിഴ്നാട്ടിൽ വന്നുള്ള മെയിൻ ഒരു പ്രത്യേകത എന്താ അറിയോ, ഒരുപാട് ടെമ്പിൾ ഉണ്ട്. അത് എല്ലാം ഇങ്ങനെ വെള്ളത്തിന്റെ സൈഡിലായിരിക്കും. അത് മാത്രല്ല ഇങ്ങനെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തായിരിക്കും ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടാവുക. നല്ല പുളിമരാട്ടോ, നിറച്ച് പുളി. നോക്കൂ കുഞ്ഞാ, അയ്യോ അയ്യോ പോരെ പോരെ. ഇത് വൈബാട്ടോ ആൻസി. വെള്ളം വീഴുന്ന ഞാൻ പക്ഷെ ഞാൻ കൊണ്ടില്ല. എങ്ങനെയുണ്ട് അരിനെല്ലിക്ക? എങ്ങനെയുണ്ട്? കൊള്ളാം. ആണോ? സൂപ്പറാ. ചെരുപ്പോ? അതെന്തിന്? ചെരുപ്പിട്ട് നടക്കണം, അല്ലാണ്ട് നടക്കണ്ട കേട്ടോ. മണ്ണല്ലേ ഇത്, മണല. ഇങ്ങോട്ട് വാ. എന്തിനാ അങ്ങോട്ട് പോണേ? ഇതിൽ കൂടി ഇങ്ങനെ പോയിട്ട് ആ സ്റ്റെപ്പിൽ കൂടി കയറി അങ്ങോട്ട് പോണം. അപ്പൊ ഈ കാണുന്നതാണ് കൊടിവേരി വാട്ടർഫാൾസ്. കൊള്ളാം അല്ലേ? കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നെ പൊളിച്ചാനെ. ഇപ്പൊ അത്യാവശ്യം വെള്ളമുണ്ട്. ഇത് തന്നെ ഇവിടെ തപ്പുന്നേ? അറിയില്ല, കക്കയാന്ന് തോന്നുന്നു. എന്താ കുഞ്ഞാ തപ്പുന്നേ? കക്കയോ? നമുക്ക് അങ്ങോട്ട് പോവാം. നനഞ്ഞിട്ട് വരാം, കാലും കഴിക്കാൻ നനയ്ക്കാം. വാ. ഇത് അടിപൊളിയാലേ. വലിയ വലിയ പാറ കല്ലുകൾ അടുക്കി അടുക്കി വെച്ചേക്കല്ലേ ഇത്. അങ്ങറ്റം വരെ അങ്ങനെ ചെയ്തേക്കുന്നത്. അറ്റം വരെ അതേപോലെ ചെയ്തേക്കട്ടെ. പക്ഷെ ഇവിടെ നടക്കുമ്പോ തെന്നി വീഴാതെ സൂക്ഷിക്കണം. കൊച്ചിനെ പിടിച്ചോ. ചേട്ടേ, മേളിൽ നിന്നൊന്നും വെള്ളമില്ല, അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ? ഇങ്ങോട്ട് മാറിക്കേ. അതായത് ഈ പാറയൊക്കെ നോക്കി മിനുസായിരിക്കുന്നത്. വെള്ളം വീണ് മേളില് പായലും ഉണ്ട് കേട്ടേ. ഞാൻ അറ്റത് എവിടെയെങ്കിലും കൊണ്ട് ഇച്ചിരി വെള്ളം എടുത്ത് നിർത്താം. ഇച്ചിരി വെള്ളത്തിൽ നിർത്താം, അതാ നല്ലത്. നിലത്ത് നോക്കി നടന്നോ? നല്ല തെന്നലുണ്ട്, നീ നോക്കി നടന്നോ? അങ്ങോട്ട് നോക്കിയില്ല ആൻസി. ഇതിന്റെ ഉള്ളിൽ കയറി ഒന്ന് കുളിച്ചാലോ? എങ്കിൽ ഇന്ന് നമ്മൾ പമ്പയിൽ നിന്ന് കുളിക്കണ്ടായിരുന്നു. ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ല പായല. ഇത് പാറ ഇങ്ങനെ തേയ്മാനം വന്ന് പക്ഷെ ഈ ഒഴുകുന്നോടത്ത് പായലില്ല. ഇവിടെ ഒന്നും പായലില്ല കേട്ടോ. അതുകൊണ്ട് കൊച്ചിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊച്ചി ഇവിടെ നിന്ന് കളിക്കുന്നത്. ഈ വെറും പാറകൾ ചുമ്മാ ഇങ്ങനെ അടുക്കി വെച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാ അല്ലേ? സമ്മതിച്ചു കേട്ടോ, പൊളി. ഇത് സംഭവം പൊളിക്കും. കുറച്ചുകൂടെ വെള്ളമുള്ള സമയത്താണെങ്കിൽ അടിപൊളിയായിരിക്കും. മൊത്തം വെള്ളമാകുമ്പോ ഇങ്ങോട്ട് കയറ്റൂലെന്ന് തോന്നുന്നു. ഇത് കെട്ടിച്ചിരണോ? ബാരിക്കേഡ് കെട്ടിച്ചിരണോ? അതിൽ പിടിച്ചു നടക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ കയറാൻ പാടില്ല ശരിക്കും. പിന്നെയും പോകുന്നുണ്ട്. അവിടേക്ക് എത്തുമ്പോൾ കുഞ്ഞാലിക്ക് തണുപ്പാണോ വേണ്ടെന്നോ പറയുന്നുണ്ട്. പക്ഷെ വെള്ളത്തിൽ കളിക്കുകയും ചെയ്യണം. ഇത്തിരി വീഴുന്നോടത്ത് നിർത്ത്. അങ്ങനെ കുഞ്ഞാറ്റയുടെ കള്ളക്കുളി കഴിഞ്ഞു അല്ലേ കുഞ്ഞാ? മീന് തീറ്റ കൊടുത്താണോ വെച്ച്? അത് ശരി. എരിവ് മുളക് കൂട്ട നെല്ലിക്ക കെട്ടുണ്ട്. അതല്ല, അത്ര ഒഴുക്ക് വരുന്ന സ്ഥലമാണിത് ആൻസി. എനിക്ക് വിശന്നിട്ട് പാടില്ല കേട്ടോ. ഇങ്ങനത്തെ വെള്ളത്തിലൊക്കെ കളിച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിയ സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്. പുളിമുട്ടായി. അപ്പൊ നമുക്കൊരു പുളിമുട്ടായി മേടിക്കാന്ന് വിചാരിച്ചേ. ഇത് സൂപ്പറാ. അത് സൂപ്പറാ. ഇത് കഴിച്ചു നോക്ക് വെച്ച്. പണ്ട് അപ്പായൊക്കെ സ്കൂളിൽ പോകുമ്പോ പുളിപ്പൊടി സാധനങ്ങളാണ്. ഒരു പുളിപ്പൊടി മേടിച്ചാലോ? പുളിപ്പൊടി വേണ്ട എനിക്ക് പുളിമുട്ടായി മതി. പുളിപ്പൊടി പണ്ട് തിന്നുന്നവർക്ക് വയറിനൊക്കെ അസുഖം വരാറുണ്ട്. ഏത് പുളിപ്പൊടിയോ? ഏതാ വേണ്ടത്? കളയല്ലേ കുഞ്ഞേ. അതൊന്നും വേണ്ട മുത്തേ. എന്താ ഇതിനെ ഈ സാധനത്തിന് എത്ര രൂപയായിട്ടുണ്ടാവും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് പറയണേ. ഗസ് ചെയ്ത് പറയുന്നത് ക്ലിയർ ആവുന്ന ആൾക്കാർക്ക് ഇതിന് നമ്മൾ എത്ര രൂപയാണ് കൊടുത്തത് അത്രയും രൂപ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. കമന്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഗസ് ചെയ്യാൻ പറഞ്ഞായിരുന്നേ. ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് 1 മണിയായിരുന്നു കേട്ടോ. കറക്റ്റ് 1:15 അങ്ങണ്ടായി. അപ്പൊ ഇനി പോവാ. ഇത് നമ്മുടെ ജീരക മുട്ടായി കൂടെയാണ് കേട്ടോ. കാര്യം നിറച്ചായല്ലോ ദൈവമേ. എന്തേ ഓടിങ് വന്നേക്കോ നേരെ. കുഞ്ഞാറ്റേന്റെ അടുത്ത് എന്നെ വരുന്നേ. കുഞ്ഞാറ്റേനെ അങ്ങ് എടുത്തോ. എടുക്കാം, അമ്മ എടുക്കാം. ഓടി രക്ഷപ്പെടാം നമുക്ക്. അത് അതിനെന്തോ മണം കിട്ടി. ആ പോയി.
നമ്മളെ ഇതിനകത്തൊന്നും മണക്കാനില്ലല്ലോ. ഇവിടെ അല്ല, താഴെ മണം കിട്ടിയെന്ന്. കുഞ്ഞാറ്റന്റെ ചീഞ്ഞ തുണിയാണുള്ളത്. കുഞ്ഞാറ്റ കുളിക്കാത്ത മണാണോ? ചേട്ടൻ പിന്നെ എന്താണ്? നമ്മളിനി വഴി കാട്ടാൻ വരുന്നതാണോന്ന് അറിയില്ലല്ലോ. കൂടെ പോരട്ടെ, നോക്കാം. ഇതിന്റെ മണാണോ? ആ വേയ്. ഇന്നലെ ചേട്ടായി നല്ല വെള്ളത്തിൽ കളിക്കായിരുന്നു. അതിന്റെ പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നേ. ഇന്ന് ജസ്റ്റ് കാല് മാത്രം കഴുകിട്ട് കയറി പോന്നു. പനീന്റെ എല്ലാവിധ ഇതുമുണ്ട്, ലക്ഷണങ്ങളുണ്ട്. ശരീരം മൊത്തം കുളിരുന്നു. കുഞ്ഞാറ്റ വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കാല് വരെ നനച്ചു. നനച്ചു. ഇന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ കൊച്ചിനും ഇനി വയ്യേ. കുഴപ്പമൊന്നുമില്ല. ഇന്നലെ വെള്ളം കണ്ട ആർത്തിയിൽ കയറി കുളിച്ചതാ. ഇന്ന് അങ്ങനത്തെ ഒന്നും ഇല്ല. അതാണ് സംഭവം. ചിരട്ടയും കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടോ? ചിരട്ട തവി, ഇത് നമുക്ക് സ്പൂണ് വേണോടി? ചിരട്ടയും കൊണ്ടുള്ള സ്പൂൺ നമുക്ക് എന്തിനാ? അല്ല, നമുക്ക് മറ്റേ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കാം. ഇത് എവ്വളോ? 3 100 പൊന്നു പൊന്നു വേണോ? തോണി, സാധനം കൊള്ളാല്ലേ. ഇത് ഫുള്ള് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാ. അക്ക തന്നെ ഉണ്ടാക്കുന്നതാണോ? അക്ക തന്നെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വീട്ടുകാര്, ഹസ്ബൻഡ്. അക്ക പേരെന്നാ? സുധ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് നോക്കിയേ. ഇതാണ് നമ്മുടെ വിജയ്. വിജയിനെ നമുക്ക് ചിരട്ടയിൽ ചെയ്തത് കേട്ടോ. കപ്പിൾസ്, അതേപോലെ കുതിര, 3 മുഖം അല്ലേ? അമ്മ, അപ്പ, കുളന്ത. ഇത് ഫ്ലവർ വേസ് അല്ലേ? കൊള്ളാം. ഇത് കുടുക്കതാണേ. കുടുക്കയാ? ക്യാഷ് പോട്ടർ. ആൻസിക്ക് തമിഴൊക്കെ അറിയാ? അറിയുന്ന പോലെ പറയാം. കുഞ്ഞാറ്റ ഇത് എടുത്തോണ്ട് പോകട്ടോ. കുഞ്ഞാറ്റക്ക് എന്നാ വേണ്ടേ? ഉപ്പിടുന്നല്ലേ? അച്ചാറ് ഒറ്റൊരെണ്ണം വേണം. അത് മേടിക്കാം. ഇതിന്ന് ഒരെണ്ണം എടുക്ക്. ഇത് കമ്മല് കണ്ടോ? കൊള്ളാം. ഇവിടെ വെറൈറ്റി കുറെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ കുഞ്ഞാറ്റക്ക് കഞ്ഞി കുടിക്കാൻ ഒരു സ്പൂണും, ഇങ്ങോട്ട് കാണിച്ചേ, കാപ്പി കുടിക്കാൻ ഒരു കപ്പും മേടിച്ചു കേട്ടോ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലേ അവിടുന്ന് പിന്നെ പോരില്ല. കപ്പിന് 150 രൂപ ഉള്ളൂ അല്ലേ? 150 രൂപയുള്ളൂ. അവര് ചോദിക്കുന്നത് എന്തറിയോ, വയനാട്ടിൽ നിന്നിട്ട് നിങ്ങൾ ഇതൊക്കെ വാങ്ങാവോന്നാ ചോദിക്കുന്നത്. അവിടെ ഇഷ്ടംപോലെ ഇല്ലേ? ഇത് ഇഷ്ടംപോലെ ഇല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അത്ഭുതമായിട്ട് എന്താ നിങ്ങൾ നോക്കുന്നേന്നൊക്കെ ചോദിക്കുന്നത്. വലിപ്പം കണ്ട കൊച്ചിന്റെ അത്രയുണ്ട്. മാറിക്ക് ചേട്ടേ. അടിപൊളി സ്ഥലവും നല്ല ആൾക്കാരുമാണ്. എനിക്ക് അതാണ് ഭയങ്കര. തമിഴ്നാട്ടിലെ ആൾക്കാരാണ് അടിപൊളി. തമിഴ്നാട്ടിലെ നമ്മൾ മറ്റുള്ള സംസ്ഥാനത്ത് പോയിട്ട് അവരോട് വലിയ മിങ്കിളാവാറ് നിൽക്കാറില്ലല്ലോ. അതാണ് വേറൊരു കാര്യം. നല്ലവർ തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് തമിഴ്നാട്ടിൽ വന്നപ്പോ എന്റെ ഒരു അനുഭവം. എന്നാലും ഇടയ്ക്ക് ഓരോരുത്തരുണ്ടാവുമല്ലോ. അതെ, നമ്മളെ പോലെ. അതെ, നമ്മളെ പോലെ എന്ന് പറയണോ? അത്രയ്ക്ക് വേണമായിരുന്നോ? ഇതായിരുന്നു നമ്മൾ വന്ന വെള്ളച്ചാട്ടം. അപ്പൊ ഞങ്ങള് നമ്മുടെ ചിരട്ട തന്നെ അക്കയ്ക്ക് വണ്ടി ഒന്ന് കാണണം ഒരു ആഗ്രഹം. അതെ, നമുക്ക് നാനോ ഉണ്ടായിരുന്നപ്പോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നേ. നാനോയിൽ എല്ലാരും വന്ന് നോക്കുമായിരുന്നു. ഈക്കോയിൽ അങ്ങനെ ആരും ചോദിക്കുന്നില്ല. കാരണം ഈക്കോ പൊതുവെ സീറ്റൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയായിട്ടാണല്ലോ കൂടുതൽ ആൾക്കാരും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് തുറന്നപ്പോ അക്ക ഞെട്ടിപ്പോയി. ഒരു മിനി കിച്ചൺ ആണോ ഇത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വലിയ വലിയ സാധനങ്ങളൊക്കെ അക്ക കാട്ടിയപ്പോ ഞാൻ പറഞ്ഞു സ്റ്റോറേജ് കുറവാണ്. അപ്പൊ ഇത്രയും സ്റ്റോറേജ് ഇരുന്നിട്ടാണോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പോവാം നമുക്ക്. ഇനി ഇവിടുന്ന് ഇനി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണം. എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പൊ എനിക്ക് വിശപ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കരുതി കേട്ടോ. എല്ലാ സ്ഥലത്തും കഴിഞ്ഞു. 3 മണി കഴിഞ്ഞു. അതുകൊണ്ട് പൊറോട്ടയും ഫ്രൈഡ് റൈസും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങള് പൊറോട്ട കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇതെന്താ സാധനം കപ്പില്? എന്താന്നറിയില്ല. സാലൻ വല്ലതായിരിക്കും. ചായയാണോ? സാലൻ കുറച്ച് വെച്ചാൽ മതി. എന്താ എങ്ങനെയുണ്ടെന്ന് നോട്ടെ. ചൂടാണേ. രാവിലെ കഴിച്ച കളറല്ലല്ലോ. നല്ലല്ല. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുഞ്ഞാറ്റ ഇങ്ങനെ പൊറോട്ട കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ച് ചോറ് തരാം, കുറച്ചേ ഉള്ളൂ, തരട്ടേന്ന് ചോദിച്ചേ. എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോ ചോറ് കിട്ടി കഴിഞ്ഞപ്പോ പറയാ പൊറോട്ട മതി. എന്നാ ആൻസി കഴിച്ചോ? അത് ഞാനും കഴിക്കാം. ഇത് സാലൻ കേട്ടോ. സാലിന് ഈ രീതിയിലാണ് ഇവിടെ തരുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കയറി വന്നു കേട്ടോ. ഫുഡ് കുഴപ്പമില്ല അല്ലേ? പക്ഷെ തമിഴ്നാടൻ ഫുഡിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. കാരണം എന്താ പറയുക, നമ്മൾ പൊറോട്ട അല്ലേ കഴിച്ചത്. ഞാൻ ഫുഡ് കഴിച്ചത്. പിന്നെ ഇവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. 5 മണിയാകുമ്പോ വന്നിട്ട് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കിട്ടില്ലല്ലോ. കുഷ്ക റൈസ് എങ്കിലും ഉണ്ടോ? ഉണ്ടാവേ
ഒരു രക്ഷയില്ല പോലെ. ഒരു ഇത്തിരി ചോറുണ്ടായിരുന്നു, കുഞ്ഞാറ്റിക്ക് കൊടുക്കാൻ വേണ്ടി ചോറ് കൊണ്ടു തന്നു ഭാഗ്യത്തിന്. സ്നേഹത്തോടെ തന്നാന്ന് വിചാരിച്ച ബില്ലിട്ട്. പക്ഷെ പോവാം നമുക്ക് യാത്ര തുടങ്ങിയപ്പോ എത്ര പെട്ടെന്നാലേ ഒരു ദിവസം കഴിഞ്ഞു പോന്നേ. അതെ അതെ, ദിവസം കഴിയുന്നത് അറിയുന്ന പോലും ഇല്ല. എന്നാണ് കുക്ക് ചെയ്യാൻ പോലുള്ള ടൈം കിട്ടിയില്ല. ഒന്നിനും ദിവസം ഒന്നും നടക്കുന്നില്ലാത്തൊരു ഫീൽ അല്ലേ. ഒരു വയ്യാത്ത പോലെയോ എന്തൊക്കെയോ ഒരു ഫീല്. ഒരു പള്ളി ഉണ്ടല്ലോ ഇവിടെ, നാളെ അറിയാം ഇനി വയ്യാത്തതിന്റെ എന്താണെന്ന് നാളെ അറിയാട്ടോ. ഞങ്ങൾ രണ്ടുപേരും പനിച്ച് കിടക്കുമോന്ന് ഞങ്ങക്ക് നല്ല ഡൗട്ട് ഉണ്ട്. തീരെ യാതൊരു ഫീല്. ഒരു ഗ്രാമാണല്ലേ, എല്ലാരും വൈകുന്നേര സമയമാകുമ്പോഴത്തേക്ക് എല്ലാരും വർത്താനം പറയാനൊക്കെ അതെ, എല്ലാരും ടൗണുകളിലേക്കൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ടൗണിലേക്ക് എത്തിയിട്ട് കൂട്ടം കൂടി ചായ കുടിക്കുന്നു, വർത്താനം പറയുന്നു. അതെ, പണ്ടത്തെ ഒരു സിസ്റ്റം. ഇപ്പൊ നമ്മളെ നാട്ടിലേക്കൊന്നും അങ്ങനെ അധികം പേരൊന്നും ടൗണിലേക്കൊന്നും അങ്ങനെ പോകുന്നില്ലല്ലോ. അങ്ങനെ ഒരു വർത്താനം പറയലും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും അതൊക്കെ നിലനിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ തമിഴ്നാടില് ഈറോഡ് ഡിസ്ട്രിക്റ്റിലെ വാർപ്പല്ല എന്ന് പറയുന്ന ഒരു സ്ഥലം, വാർപ്പല്ല മനസ്സിലായല്ലോ, വാർപ്പല്ല ഇത്, ആ ഒരു സ്ഥലത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാർപ്പല്ല അതേ കരിമ്പനകൾ നിൽക്കുന്നുണ്ടോ. തമിഴ്നാട് എന്ന് പറയുമ്പോ വീക്കിൽ വണ്ടിയായി പോയി. അതിന്റെ അടുത്ത് തന്നെ വാഴ കണ്ടോ, നേരെ അതായത് ഒരേ ലെവലിലാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് നോക്കിയാൽ അപ്പുറം കറക്റ്റ് ഗ്യാപ്പിൽ കൂടി. ഈ ടൗണിന്റെ പേരെന്താണെന്നറിയോ? അത്താനി. ഒരു കുടുംബത്തിന്റെ അത്താണിയാന്ന് പറയുന്ന അതുപോലെ ഉണ്ട്. അത്താണി ടൗൺ ആണിത്. അത്യാവശ്യം വലിയ ടൗൺ തന്നെയാ അല്ലേ. നമുക്ക് ഇവിടുന്ന് നേരെ തന്നെയാണ് കേട്ടോ പോകേണ്ടത്. ഈറോഡ് എത്താനായി നമ്മള്. പക്ഷെ ഈറോഡിന് 10-40 കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉള്ളൂ. നമ്മള് പക്ഷെ ഈറോഡ് ടൗണിൽ കേറുന്നില്ല, നമ്മള് മെല്ലെ ഔട്ടറിൽ കൂടി അങ്ങ് പോവാ. അത് നല്ലത്. ടൗണിൽ കയറി നമുക്ക് പണിയാവൂലേ. അല്ലേ തന്നെ പണിയായിട്ടിരിക്കും, അന്നേരം ഇനി ടൗണിലും കൂടി കയറിയാ തീർന്നു. അതെ, നമ്മളങ്ങനെ യാത്ര പോകുന്നതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കിയിട്ടാട്ടോ. എന്തിനാന്നറിയോ, ഇവിടെ ഒരാൾ ഞങ്ങളെ പേടിപ്പിച്ചു. മാജിക് കണ്ട, മാജിക് ഇതാണ് കുഞ്ഞാറ്റേന്റെ മാജിക്. അതിന്റെ ട്രിക്ക് അങ്ങനെ കാണിക്കാൻ പോടി കള്ളിപ്പള്ളേ. ഞങ്ങളാണ് കണ്ടപ്പോ പേടിച്ചു പോയി കേട്ടോ. എങ്ങനെ കാണിക്കും സംഭവം എന്താന്ന് ചോദിച്ചാൽ തിരികെ നോക്കിയപ്പോ 2 കഷ്ണാക്കിട്ട് ഒളിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ കൊച്ചിന്റെ മാജിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഐഡിയ അതിനി അധികം വായിലിടണ്ട. ഗുഡ് ഗേൾ. അതിനി അധികം വായിലിടണ്ട, അത് മേടിച്ച് കളാൻസി. അത് കണ്ടോണ്ട് ഞങ്ങള് നിർത്തിയതാട്ടോ, വലിയ സംഭവമായിരുന്നു അത്. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. നല്ല ഇരുട്ടായി തുടങ്ങിയില്ലേ. ഇനി നമുക്ക് എവിടെയെങ്കിലും നിർത്തണ്ടേ? എവിടെയെങ്കിലും സൈഡ് ആക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അതെ, ഈ പമ്പിലെങ്ങനെ നിർത്താം. കാരണം ഇന്നലെയൊക്കെ നിർത്തിയതുപോലെ നിർത്താം. നല്ല സ്ഥലം കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ രാവിലത്തെ കാര്യങ്ങൾക്കൊന്നും നടക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മള് ശരിക്കും വാങ്ങേണ്ടതായിരുന്നു ഒരു പോർട്ടബിൾ ബാത്റൂം. ബക്കറ്റല്ല, ബാത്റൂം അല്ലടി, ടോയ്ലറ്റ് വാങ്ങണ്ടായിരുന്നു അല്ലേ. നമ്മൾ നോക്കിയൊക്കെ വെച്ചായിരുന്നു. പക്ഷെ പിന്നെ ഓൺലൈനിൽ വരേണ്ട സമയമൊക്കെ കഴിഞ്ഞപ്പോ നമ്മളാണെങ്കിൽ വാങ്ങിയില്ല. നമ്മള് പമ്പിലാണ് നിർത്തുന്നെങ്കിൽ നമുക്ക് അതിന് വിഷയമൊന്നും. എന്തായാലും പോയി നോക്കാം. ഈ തമിഴ്നാട്ടിലേ റോഡ് സൈഡിൽ ഏറ്റവും കൂടുതലുള്ളത് പുളിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പുളിമരത്തോട് പുളിമരം, അത് നിറച്ച് കായും. ഇതൊന്നും ആരും ഉപയോഗിക്കില്ലേ? വാളംപുളി അതെല്ലാരും ഇത് ഇതിന്റെ ഓരോന്നിന്റെ അടിവശം ഇങ്ങനെ അടിച്ചു വാരിയിട്ടേക്കുന്ന എന്താ അറിയോ, അതിന്റെ ചോട്ടി വീഴുന്ന പുളി പറക്കിയെടുക്കും പഴുത്തത്. എന്നിട്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോ കാണാം ചില അമ്മച്ചിമാരെടുത്ത് ചാക്ക് കണക്കിനാ പുളി ഇരിക്കുന്നത്. അവരത് റൗണ്ടൊക്കെ ആക്കി നമ്മുടെ അവിടെ ഒക്കെ വരുന്നുണ്ടല്ലോ പുളി. അമ്മച്ചിമാരായിരിക്കില്ലേ ഇതാക്കുന്നേ. ഇവിടെ കമ്പനി ഉണ്ടാവും, ആ കമ്പനിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കും ചാക്കായിട്ട്. ഒന്നും അറിയാണ്ട് ഒരു വരുമാനം കിട്ടുമല്ലേ. എന്നിട്ട് പുളിമുട്ടായി ഉണ്ടാക്കും. അത് തന്നെ. ചേട്ടേ എങ്ങോട്ടാ? ഈ പമ്പിലാ? ഈ പമ്പിൽ നിർത്താം. നിങ്ങൾ പോയി ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? ഞാൻ പോയി ജസ്റ്റ് ഒന്ന് ചോദിച്ചേ. പുള്ളി പറഞ്ഞു, പുള്ളി ആദ്യം ഒന്ന് മടിച്ചു. ഞാൻ പറഞ്ഞു ഫാമിലിയാന്ന് പറഞ്ഞു. എന്നാ നിർത്തിക്കോളാൻ പറഞ്ഞു. ഉള്ളിലായിട്ടാ? ഇപ്പൊ തന്നെ ഉറങ്ങുമെന്നും ചോദിച്ചാ. എന്താ അങ്ങനെ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ തന്നെ ഒന്നും ഉറങ്ങില്ല ഏട്ടാ. ഇമാര് ലൈറ്റ് ഒക്കെ ഇട്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ എങ്ങനെ ഉറങ്ങാന്? ഇപ്പത്തെ ട്രിപ്പിലെ ആദ്യത്തെ ബാത്റൂമിലെ ആദ്യത്തെ പമ്പാണ് കേട്ടോ. നമുക്ക് ഇവിടെ സൈഡാക്കാം. അങ്ങോട്ട് കയറ്റി നിർത്താനേ? ആയിക്കോട്ടെ. ഇവിടെ 2-3 വണ്ടികളൊക്കെ മുട്ടിയിട്ടുണ്ടല്ലോ.
ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. ചേച്ചിമാരൊക്കെ ഉണ്ട്, തിരിച്ചിടാം. അപ്പം അങ്ങനെ അത്യാവശ്യം നല്ലൊരു പമ്പ്. ആദ്യം നിൽക്കുന്ന പമ്പ് തന്നെ അത്യാവശ്യം അടിപൊളി പമ്പ് കിട്ടിയിട്ടോ. ആൻസിതേ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ കുളിച്ചില്ല, കാരണം എനിക്ക് കുളിക്കാൻ പോയപ്പോഴാണ് ഞാൻ സത്യം ഞാൻ അറിയുന്നത്. എന്താ ഷവറിലൊക്കെയാണ് ആൻസി കുളിച്ചേ? ആ പിന്നെന്താ. ഷവറൊക്കെ അപ്പൊ അത് ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇത് ഈ പാട്ട് കേൾക്കുന്നുണ്ടോ? അതൊക്കെ പമ്പിൽ ഇട്ടേക്കുന്നുണ്ടോ? HP ഒരു പമ്പാണ്, അത്യാവശ്യം നല്ല പമ്പ്. HP അല്ല, BP, ഭാരത് പെട്രോൾ. അത്യാവശ്യം നല്ല പമ്പ്. പമ്പിനെ കുറിച്ച് തന്നെ കുറെ പോഴ്ച പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ചുമ, തൊണ്ടവേദന, മൂക്കിൽ ചെറിയ കുഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, തൊണ്ടയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ അറിയാം ഇനി ബാക്കി എന്താവുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട്, പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.